വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു കൂട്ടമാണ്. 5 പേരുടെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ 1.5 മണിക്കൂറിലേറെ, ഇപ്പോൾ 2 മണിക്കൂറിലേറെയായി ആകാശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. 150ഓളം അടി ഉയരത്തിൽ ആകാശത്ത് ഒരു വിരുന്ന് എന്ന ഒരു ആശയവുമായി ഒരു സ്വകാര്യ റിസോർട്ടാണ് ഈ ഒരു സംവിധാനം അവിടെ ക്രമീകരിച്ചിരുന്നത്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും 3 തവണയാണ് ഇത്തരത്തിലൊരു ആകാശ ഭോജനത്തിനായി ഈ ഒരു ഹൈഡ്ര ഉയർത്തുന്നത്. ഇന്ന് 3-നപ്പുറം 4 തവണ അത് ഉയർത്തി. അപ്പോഴാണ് ഒരു സാങ്കേതിക തകരാറുണ്ടായത്. ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ടൂറിസം ആശയങ്ങൾ കൊണ്ടുവരികയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ പ്രവർത്തിക്കും, അതിന് ഏതൊക്കെ തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം, അങ്ങനെ ഒരു സാങ്കേതിക തകരാറുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിന് എന്താണ് സംവിധാനം ഒരുക്കേണ്ടത് എന്ന ആലോചനകളൊക്കെ ഉണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ആ ഒരു ഹൈഡ്രോളിക് പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഹൈഡ്രയാണ് ഇപ്പോൾ കാണുന്നത്. ആ ഹൈഡ്രയ്ക്കുള്ളിൽ നിലവിൽ 5 പേരാണുള്ളത്. ഈ 5 പേരിൽ 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരോടൊപ്പം മുതിർന്നവരുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അധികം ആശങ്കയൊന്നും ഉണ്ടാവില്ല. പക്ഷേ മുതിർന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും 150 അടി ഉയരത്തിലാണ്. 150 അടി ഉയരത്തിൽ സ്റ്റേബിളായി നമ്മൾ നിൽക്കുമ്പോൾ, കുറേ സമയം നിൽക്കുമ്പോൾ എത്ര ഭയമില്ലാത്തവർക്കും ഭയമുണ്ടാകാം, ആശങ്കയുണ്ടാകാം, പാനിക്കാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അവരുടെ ആരോഗ്യത്തെ ചിലപ്പോൾ അത് ബാധിക്കാം. ഇതിനൊക്കെ അപ്പുറമായി ഇപ്പോൾ ഈ സ്വിച്ച് സാങ്കേതിക തകരാർ മൂലമാണ് അത് പ്രവർത്തിക്കാതെ ഈ ഹൈഡ്ര ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ആ സ്വിച്ച് ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് പ്രവർത്തിക്കാനിടയായാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഹൈഡ്ര റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉയരത്തിൽ നിന്ന് അത്രയും മർദ്ദത്തിൽ ഇത് താഴേക്ക് പതിക്കുമ്പോൾ ആ റോപ്പുകളൊക്കെ കൃത്യമായ രീതിയിലല്ലാതെ പ്രവർത്തിച്ചാൽ അതൊരു അപകട സാധ്യതയിലേക്ക് നയിക്കും. അത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ രക്ഷാദൗത്യത്തിന് ഫയർഫോഴ്സ് അല്പസമയത്തിന് മുൻപ് അനുമതി നൽകുകയും ആ രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഉയരത്തിലുള്ള മറ്റൊരു ഹൈഡ്ര എത്തിച്ച് ഈ ഹൈഡ്രയിലുള്ള ആൾക്കാരെ അതിൽ നിന്ന് പുറത്തെടുക്കുക എന്നതാണ് പ്രഥമ പരിഗണന നൽകുന്നത്. രാഹുൽ വിജയൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ. ഇതില് 2 അഡൾട്ട്, അതുപോലെ തന്നെ മൊത്തം 5 പേര്. അതിൽ ഒരാൾ ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞതിൽ തിരുത്തുണ്ട്. 4 തവണ അല്ല ഇത് ഉയർത്തുന്നത്, ഇതിന്റെ ലെങ്ത് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഓരോ ബൂമിന്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് 3 ലെങ്ത് വരെ ആയിരുന്നു ഉയർത്തിയിരുന്നത്. അതിന് മുകളിലേക്ക് ഒരു ലെങ്ത് കൂടി, അതായത് അതിന്റെ ഹൈറ്റ് കൂട്ടി. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 തവണ അല്ലായിരുന്നു. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. 4 തവണയല്ല ഒരു ദിവസം ഉയർത്തിയിരുന്നത്. അതിന്റെ ലെവല് എന്ന് പറയുന്നത് 3 ലെവൽ വരെയാണ് ഉയർത്തിയിരുന്നത്. ഇന്ന് അതിന്റെ ലെവല് 4 ലെവലാക്കി. അതായത് അതിന്റെ ഉയരം കുറച്ചുകൂടി കൂട്ടി, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഈ അപകടം ഇത് സ്റ്റക്കായി പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇതിന് അത്രത്തോളം വെയിറ്റ് താങ്ങാൻ കഴിയുന്ന ആയിരുന്നിരിക്കില്ല ഈ ആളുകൾ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത്രയും വെയിറ്റ് ഈ ലെങ്ത് കൂട്ടുന്നതനുസരിച്ച് അതിന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ബെൻഡ് സംഭവിച്ചതിൽ സ്റ്റക്കായി അവരെ സംശയിക്കാവുന്നതാണ്. എന്തായാലും ഇന്ന് അവരൊരു പരീക്ഷണം നടത്തി. അത് ഈ ഗസ്റ്റുകളെ വെച്ചതിന് ശേഷമാണ്, 2 കുട്ടികളടങ്ങുന്ന ഗസ്റ്റുകളെ വെച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത്. ആ പരീക്ഷണത്തിനെന്തായാലും കയറിയിരിക്കുന്ന ഗസ്റ്റുകളെയാണ്. 2 കുട്ടികളും 2 മുതിർന്നവരും ഉൾപ്പെടുന്ന ഒരു സംഘമാണ്. അതിലൊരു ജീവനക്കാരനും കൂടി ഉൾപ്പെടുന്നുണ്ട് ആ കയറിയതിൽ. അങ്ങനെ 5 പേർ മൊത്തത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സിന്റെ അനുമതിയോടുകൂടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ അതിന് ഏതെങ്കിലും വിധത്തിൽ റിലീസ് ആവുകയാണ് എങ്കിൽ പെട്ടെന്ന് താഴേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പല വിധത്തിൽ റോപ്പുകൾ ഉപയോഗിച്ച് അതിന്റെ നിയന്ത്രണം അവർ കൈക്കലാക്കിയിട്ടുണ്ട്. ഇത് ആടാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉയർത്തി നിൽക്കുകയാണത്. നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് കെട്ടിത്തൂക്കിയിടുക എന്ന വിധത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ ഡൈനിങ് ചെയർ അത് ആടാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പൂർണ്ണ തോതിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്കൈ ഡൈനിങ് സെറ്റ് ചെയ്തിരുന്നത്. നമ്മൾ കാലുകൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാലുകൾ ഉറപ്പിച്ച് വെക്കാൻ പറ്റില്ല. കാലുകൾ താഴത്തേക്ക് താഴ്ന്നു കിടക്കും. നമ്മുടെ ദേഹത്തൂടെ, അതായത് നമ്മുടെ കൈകൾക്കിടയിലൂടെ ഒരു ലോക്ക് വന്ന് വീഴും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.